ആ ചാനലിൻ്റെ പേര് മാത്രമാണ് കേരള യാത്ര എന്നത്. അത്രയും നിങ്ങൾ മനസ്സിലാക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് കേരള യാത്ര നടത്തേണ്ട ആവശ്യകത എന്താണ്? അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നേതാവാണോ ജനങ്ങളുടെ ഹൃദയത്തിൽ തൊട്ട നേതാവ്, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന നേതാവ്, എല്ലാവരും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവ്? നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. ഇന്ന് രാവിലെ എൻ്റെ ഭാര്യ എനിക്കൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് ഇത്രയാണ്: ശ്രീ രമേശ് ചെന്നിത്തല കേരള യാത്ര നടത്തുന്നു, നിങ്ങളിത് അറിഞ്ഞില്ലേ എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സുഹൃത്ത് എന്ന രീതിയിൽ ആ ഒരു വാർത്ത എനിക്കൊരു പുതുതായി തോന്നുകയും ഞാൻ അതിനെപ്പറ്റി അവൾ അയച്ചു തന്ന മെസ്സേജ് വായിക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ പറയുന്നതിൽ ഒരു വ്യക്തതക്കുറവ് ഞാൻ മനസ്സിലാക്കി. യഥാർത്ഥത്തിൽ കേരള യാത്ര എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്നും അതിൻ്റെ ഉദ്ദേശം എന്താണെന്നും ശ്രീ രമേശ് ചെന്നിത്തല ഇന്ന് വൈകിട്ട് അത് പറയുകയുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് അത്തരത്തിൽ ഒരു കൺഫ്യൂഷൻ ജനങ്ങൾക്കുണ്ടായി? എന്നാൽ ആ കൺഫ്യൂഷൻ വെച്ച് പുലർത്തേണ്ട, അത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ തുനിയുന്നത്. കേരള യാത്ര എന്ന ഈ പോഡ്കാസ്റ്റ് 4 പതിറ്റാണ്ടത്തെ പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ എൻ്റെ കാഴ്ചപ്പാടുകളാണ്. നാടിൻ്റെ ദീപ്തമായ നേതൃത്വങ്ങളായ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, ശ്രീ കെ കരുണാകരൻ, കെ ആന്റണി, ഉമ്മൻചാണ്ടി, മൻമോഹൻ സിംഗ് ഉൾപ്പെടെ ഉള്ള പ്രധാനമന്ത്രിമാരുമായി അടുത്തു നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനൊരു തുടർച്ച കൂടിയാണ് ഇവിടെ തുറന്നു വെക്കുന്ന ഈ ചർച്ച. വികസനത്തെക്കുറിച്ച്, നമ്മുടെ നാടിൻ്റെ വളർച്ചയെക്കുറിച്ച്, നമ്മുടെ ചെറുപ്പക്കാരുടെ ഭാവിയെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല കേരള യാത്രയൊക്കെ നടത്തിയിട്ട് വർഷങ്ങളായി. യൂത്ത് കോൺഗ്രസിൽ അദ്ദേഹം നടത്തിയ യാത്ര കേരളത്തിലെ യുവാക്കളെ വളരെ ആവേശത്തിലാക്കിയ ഒരു കേരള യാത്രയുണ്ടായിരുന്നു. അത് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ യാത്രകളും അദ്ദേഹം നടത്തിയിട്ടുള്ള കോൺഗ്രസിനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും കേരളത്തിലെ പ്രവർത്തകരെ ആവേശം കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 2005 കാലഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും കരുത്തനായ ലീഡർ വാട്സപ്പിലേക്ക് ആ സംഭാഷണം അയച്ചു തന്നു. ശ്രീ രമേശ് ചെന്നിത്തല സംസാരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ ഏതോ ചാനലുകാർ എടുത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഓരോരുത്തർ വന്നിട്ട് മൈക്കുമായി നിർത്തി അദ്ദേഹത്തോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഏതോ ഒരുത്തൻ, ആ ചെയ്ത ആൾ, എനിക്കറിയില്ല ആരാണത് ചെയ്തതെന്ന്, ഞാനത് ശ്രദ്ധിച്ചതുമില്ല, ആ വാർത്ത പടച്ചുവിടുന്നത് അവൻ്റെ ചാനൽ റിപ്പീറ്റായിട്ട് ആൾക്കാർ കാണാൻ, അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊരു ഹൈപ്പ് കിട്ടാൻ വേണ്ടി, രമേശ് ചെന്നിത്തലയ്ക്കല്ല, ആ ചാനലുകാർ, അവർ ആ ഭാഗം മാത്രം വെട്ടിയെടുത്ത് ചെറിയൊരു സ്പീച്ച്, കേരള യാത്ര നടത്താൻ പോവുകയാണ്, അതിൻ്റെ ഭാഗമാകണമെന്നുള്ള ആ ഒരു സെൻറ്റൻസ് പറയുകയാണ്. എന്താണ് കേരള യാത്ര എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചതും പറഞ്ഞതുമെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ലൈവ് തന്നെ ഉദ്ദേശിക്കുന്നത്. അത് ഒരു പുതിയ പോഡ്കാസ്റ്റാണ്. ആ ചാനലിൻ്റെ പേര് മാത്രമാണ് കേരള യാത്ര എന്നത്. അത്രയും നിങ്ങൾ മനസ്സിലാക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് കേരള യാത്ര നടത്തേണ്ട ആവശ്യകത എന്താണ്? അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നേതാവാണോ ജനങ്ങളുടെ ഹൃദയത്തിൽ തൊട്ട നേതാവ്, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന നേതാവ്, എല്ലാവരും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവ്, കാര്യവിവരത്തോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള, ഇത്രയും എക്സ്പീരിയൻസ് ആയ, ഉമ്മൻചാണ്ടിക്ക് ശേഷം ഇത്രയും കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു നേതാവിന് ഇപ്പോൾ കേരള യാത്ര നടത്തുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി വളരെ സസൂക്ഷ്മം വീക്ഷിച്ചു മാത്രമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരെയും ഒരു ചേർത്ത് നിർത്തൽ നമുക്ക് തന്നെ അറിയാമല്ലോ. എല്ലാ വർഷവും 1-ാം തീയതി ജനുവരി 1-ന് ദളിത് വിഭാഗത്തോടൊപ്പം നിൽക്കുന്ന മനുഷ്യൻ, അവരോടൊപ്പം തൻ്റെ ജീവിതത്തിലെ ഓരോ വർഷത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട 1-ാം തീയതി എന്ന് പറയുന്ന ദിവസം 2010 മുതൽ ഏകദേശം 16 വർഷക്കാലം അദ്ദേഹം ഇവിടുത്തെ സാധാരണ ജനങ്ങളോട് ചേർന്ന് നിൽക്കുകയാണ്. അവരുടെ ഉന്നമനത്തിന് വേണ്ടി, ആ ഗ്രാമത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി. അങ്ങനെയല്ലേ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് 1 കോടി രൂപ വെച്ച് ആ കോളനികൾക്ക് നൽകാൻ തീരുമാനിച്ചു. എന്നാൽ ഇടതുപക്ഷം വന്നപ്പോൾ അത് എടുത്തു കളഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ യാത്ര മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. UDF ഗവൺമെൻറ് വരുമ്പോഴൊക്കെ അതിനുവേണ്ട സത്വര നടപടികൾ സ്വീകരിക്കും. ദളിത് വിഭാഗത്തിന് വളരെ
പ്രാധാന്യം അർഹിക്കുന്ന തരത്തിലാണ് അദ്ദേഹം അതിനെയൊക്കെ കാണുന്നത്. കാരണം ആ ദിവസത്തിൻ്റെ പ്രത്യേകത വെച്ച് ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയുള്ള ഞാൻ പറഞ്ഞു വരുന്ന അദ്ദേഹത്തെ പുകഴ്ത്തി പറയാനോ ഒന്നുമല്ല, മറിച്ച് അദ്ദേഹത്തെ പോലെ ഒരാൾ, അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള കേരള യാത്ര നടത്തുന്നതിന് പാർട്ടിയോട് ആലോചിക്കാതെ ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കുമെന്നും ആ തീരുമാനം സ്പ്രെഡ് ചെയ്യുന്നവരുടെ നെഗറ്റീവ് ആശയത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ശരിയല്ല. രമേശ് ചെന്നിത്തല ഒരിക്കലും പാർട്ടിക്കകത്ത് പ്രശ്നമുണ്ടാക്കുന്ന ഒരാളല്ല. പാർട്ടിയോട് ചേർന്ന് നിന്ന് പാർട്ടിക്ക് വേണ്ടി മാത്രം, നമ്മളോടൊക്കെ ഞങ്ങളൊക്കെ എന്ത് കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോഴും അദ്ദേഹം ആ തീരുമാനത്തിനനുസരിച്ചുള്ള, അത് പാർട്ടിക്ക് ഉചിതമാണോ, കോൺഗ്രസ് പ്രവർത്തകർക്ക് വേദനിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് തന്നെയാണ് അദ്ദേഹം ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത്. അത്തരത്തിലുള്ള തീരുമാനങ്ങൾ, നെഗറ്റീവായ തീരുമാനങ്ങളുടെ പിന്നാലെ അദ്ദേഹം പോയില്ല. പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നുകൊണ്ട് മാത്രം പോരാട്ടം നടത്തുന്നവരാണ്. ആ കൺസെപ്റ്റിൽ തന്നെയാണ് അദ്ദേഹം രണ്ടാമത് പ്രതിപക്ഷ നേതാവാകുന്ന സമയത്തൊക്കെ അർഹതയ്ക്ക് ഉള്ള അംഗീകാരം ലഭിക്കാതിരുന്നപ്പോൾ പോലും അദ്ദേഹം അത് ഉൾക്കൊള്ളാൻ തയ്യാറായത്. AICCയെ ഉൾക്കൊണ്ടു എന്നതാണ് അതിന് കാരണം. പിന്നെ എന്തിനാണ് അദ്ദേഹം കേരളയാത്ര എന്നുള്ള ആ ചാനൽ തുടങ്ങിയത്? കാരണം ഈ കേരളയാത്ര എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യരുടെ മനസ്സിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള യാത്രകളുമായി ബന്ധപ്പെട്ടൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നതുകൊണ്ടായിരിക്കണം. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനും ആശയവിനിമയം നടത്താനും വേണ്ടിയുള്ളൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി അതിനെ കണ്ടാകും. അദ്ദേഹത്തിന് ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ജനങ്ങളുമായി സംവാദിച്ചുകൊണ്ടിരിക്കുവാൻ, അദ്ദേഹം വരുംകാല രാഷ്ട്രീയത്തിൽ ജനങ്ങളുമായി ചേർന്ന് നിന്ന് എപ്പോഴും ജനങ്ങളുമായി ഒരു അരമണിക്കൂർ സംസാരിക്കാൻ, തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും മനസ്സിലാക്കുവാൻ, കാലഘട്ടത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ജനങ്ങളുമായി സംസാരിക്കുവാൻ, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, ആരോഗ്യ മേഖലയിലുള്ള വിഷയങ്ങളെപ്പറ്റി, വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രശ്നങ്ങളെപ്പറ്റി, സാമ്പത്തിക മേഖലയിലുള്ള പ്രശ്നങ്ങളെപ്പറ്റി, കാർഷിക മേഖലയിലുള്ള പ്രശ്നങ്ങളെപ്പറ്റി, കേരളത്തിലെ വിവിധ മേഖലകളെപ്പറ്റി മനസ്സിലാക്കാനും സംസാരിക്കാനും UDF ഗവൺമെൻറ് വരുമ്പോൾ അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഒരു പ്ലാറ്റ്ഫോം തുടങ്ങിയതെന്ന് ശക്തമായ അടിവരയിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതായിരുന്നു അതിൻ്റെ ഉദ്ദേശം കേരള യാത്രയുടെ. ഒരു തെറ്റിദ്ധാരണ ജനിച്ചത് എന്തുകൊണ്ട്? ഉറപ്പായിട്ടും യാത്ര എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെല്ലാം നടന്നു വരുന്ന അല്ലെങ്കിൽ വണ്ടിയിൽ വരുന്ന ആ യാത്രയെ പറ്റിയാണ്. അദ്ദേഹം കേരളം മുഴുവൻ സഞ്ചരിച്ച വ്യക്തിയാണ്. അതൊരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന പ്രോഗ്രാം അല്ല ഈ യാത്ര. യാത്ര എന്ന് പറയുന്നത് നിങ്ങളോട് നടക്കുവാൻ ശരീരം കൊണ്ടല്ലാതെ ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും നിങ്ങളോടൊപ്പം നടക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഓൺലൈൻ മീഡിയയിലൂടെ നിങ്ങളോടൊപ്പം നടക്കാം. ആ നടത്തയാണ് അവിടെ പറഞ്ഞത്. അതൊരു ശാരീരിക യാത്രയല്ല, അത് ഉറപ്പായിട്ടും എത്തരത്തിലുള്ള യാത്രയാണ്? അതൊരു ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയുള്ള യാത്ര. അങ്ങനെ നടന്നൂടെ? നടക്കാമല്ലോ. അങ്ങനെയാണല്ലോ സംവാദങ്ങൾ മൊത്തം ഇപ്പോൾ. അതായത് മങ്കി ബാത്ത് പോലെയുള്ള, യഥാർത്ഥത്തിൽ ഇത് മങ്കി ബാത്ത് അല്ല, അതുകൊണ്ടാണ് യാത്രയെന്ന് കൊടുത്തത്. ഇവിടെ മങ്കി ബാത്ത് നടത്തുന്നത് എന്തോ ഒരു സൈഡിൽ നിന്ന് മാത്രം പറയുന്നവർ, അഡ്മിൻ ഒള്ളി സിസ്റ്റംസ്. ഇത് അഡ്മിൻ ഒള്ളി അല്ല, വി ആർ ദ ഗ്രൂപ്പ്. നമ്മളെല്ലാം ഒരുമിച്ചൊരു ഗ്രൂപ്പിലാണ്, കേരളം എന്ന ഗ്രൂപ്പിൽ. അതിലെ യാത്ര തുടങ്ങാം. ആ കേരള യാത്ര, ആ ടെക്നോളജിയുടെ ഭാഗമായി നിന്നുകൊണ്ടുള്ള കേരള യാത്ര, കേരളത്തിലെ ഓരോ ജനങ്ങളെയും കൂടെ ചേർത്ത് നിന്ന് അവൻ്റെ പ്രശ്നങ്ങൾ കേൾക്കുന്ന ഒരു യാത്ര, ഓരോ സ്ത്രീകളുടെ ഓരോ വിഷയത്തിൽ അവർക്ക് അദ്ദേഹത്തോട് സംസാരിക്കുവാൻ, സംവാദിക്കുവാൻ, കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന, KPCC പ്രസിഡന്റായിരുന്ന, വിദ്യാർത്ഥി യുവജന തലപ്പത്തായിരുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, ഉമ്മൻചാണ്ടിക്ക് ശേഷം വളരെ ജനകീയതയുള്ള ഒരു കോൺഗ്രസിൻ്റെ മുഖം. അദ്ദേഹം ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇരുന്ന സമയത്ത് ജനസമ്പർക്ക പരിപാടി നടത്തിയതുപോലെയുള്ള ഒരു ജനസമ്പർക്ക പരിപാടിയാണ്. ആ പോഡ്കാസ്റ്റിനിട്ട പേരാണ് കേരളയാത്ര. ദയവായി നിങ്ങളത് മനസ്സിലാക്കുക. കേരളയാത്ര എന്നത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. അതിലൂടെ നിങ്ങളോട് സംവാദിക്കാൻ വേണ്ടിയാണ് ശ്രീ രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ ചാലിച്ച സ്നേഹവും അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹം നടത്തുന്ന സംവാദങ്ങൾ ഭാഗമായിക്കൊണ്ട് നമുക്ക് കേരളത്തെ പറ്റിയുള്ള ചിന്തകൾ, ഇവിടെ വികസനം നടന്നത് പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ അത് കടമെടുപ്പിൻ്റെ വികസനമായിരുന്നു. ആ വികസനമല്ല നമുക്ക് വേണ്ടത്. വികസനം എന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം, അവൻ്റെ ആരോഗ്യം, അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ യാത്രകൾ, അവൻ്റെ വരുംകാലം, അവൻ്റെ ജോലി, അവൻ്റെ കുടുംബം, അവൻ്റെ മക്കളുടേതായ കാര്യങ്ങൾ, സ്ത്രീ സുരക്ഷ, ഗവേഷകപരമായ പ്രവർത്തനങ്ങൾ,
ഈ രാജ്യത്തെ പല ഘടകങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന വിഷയങ്ങളിലുള്ള ചർച്ചയെ പറ്റിയാണ് പറഞ്ഞത്. ആ ചർച്ചകൾ തുടങ്ങട്ടെ. അങ്ങനെയാണല്ലോ വരാൻ പോകുന്ന UDF ഗവൺമെൻറ്റിൽ ശക്തമായ തീരുമാനങ്ങൾ ഉൾക്കൊള്ളുന്ന നേതാവായി ശ്രീ രമേശ് ചെന്നിത്തല വരുമ്പോൾ അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാൻ, ജനങ്ങളുടെ പ്രശ്നങ്ങളെ കുറേ കൂടെ ആധികാരികമായി ഒരു ന്യൂജൻ മെത്തേഡിൽ തിരിച്ചറിയാൻ അദ്ദേഹം ശ്രമിക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് ഞാൻ രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും എനിക്ക് ചേർത്ത് വെക്കണമെന്ന് തോന്നുന്നുകൊണ്ട് ഞാൻ പറയുന്നത്, അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്കാണ്. കേരളത്തിലെ ലഹരി ഉപയോഗം അമർച്ച ചെയ്യുവാൻ ആവശ്യമായ എല്ലാ നടപടികളും ഞാൻ ചെയ്യും. ഓപ്പറേഷൻ കുബേര എടുത്ത തീരുമാനം ചാരായ നിരോധനം പോലെ ആയിരുന്നോ? അല്ല. ആ തീരുമാനം വളരെ ശക്തമായ തീരുമാനമായിരുന്നെങ്കിൽ മദ്യനിരോധനമോ ചാരായ നിരോധനമോ അതിന് പകരം വെക്കാൻ പറ്റുന്ന തരത്തിലല്ലായിരുന്നു. എന്നാൽ അദ്ദേഹം നടപ്പിലാക്കിയ ഓപ്പറേഷൻ കുബേര പരിപൂർണമായ ഒരു വിജയമായിരുന്നു. ജനകീയ പോലീസ് സ്റ്റേഷൻ പരിപൂർണമായ വിജയമായിരുന്നു. അതുപോലെ ലഹരി ഇന്നത്തെ ഏറ്റവും വലിയ ഏത് ലഹരി യുവാക്കളിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ സ്വാധീനം വലിയ ചാലകശക്തിയായി മാറുന്നു. മുകൾ ഭാഗം ഒടിച്ചു കളഞ്ഞ് കേരളത്തിൽ സമാധാനത്തിൻ്റെ അന്തരീക്ഷം കുടുംബങ്ങളിൽ ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് ചർച്ച ചെയ്യുവാൻ കേരള യാത്ര തുടങ്ങുകയാണ്. ആ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഒരുമിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.